അവിടെ നോക്കാം. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരുന്നത് ഡാം, അതുപോലെ തന്നെ റീറ്റെയിനിങ് ബോള്, പിന്നെ കോളത്തിൽ വരുന്ന മിനിമം സ്ട്രെസ്സ് കാണാൻ എഫ് മിനിമം, അതുപോലെ എഫ് മാക്സിമം കാണാൻ വേണ്ടി കോളത്തിലുള്ള പ്രോബ്ലംസും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലായിട്ട് പഠിച്ചത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഡിഫ്ലക്ഷനാണ്. അതായത് എന്താണ് ഡിഫ്ലക്ഷൻ? നമുക്ക് തന്നെ ഒരുപാട് സംഗതിയിൽ ഡിഫ്ലക്ഷൻ എന്നുള്ള മീനിങ് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുക അല്ലേ, അതായത് ബെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ അതിനൊക്കെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ അത് ബീമിൻ്റെ കേസിൽ ഡിഫ്ലക്ഷൻ എങ്ങനെയൊക്കെയാണ് വരിക? നമുക്ക് ഓരോ സ്ട്രക്ചർ, ഇപ്പോൾ ബീം, കോളം, സ്ലാബ്, ഇതൊക്കെ എന്താണ് നമുക്ക് ചുറ്റുപുറം നോക്കിയാൽ തന്നെ നമ്മളെ വീടിനെ കാണുന്നത് തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ തന്നെ കാണുന്ന സംഗതിയാണ് അതൊക്കെ. അപ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ബീമിൽ ലോഡ് കൂടിക്കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ബീം ഡിസൈൻ ചെയ്തത് ഓവറായിട്ടാണ് അതിൻ്റെ മുകളിൽ വരുന്ന സ്ലാബിലോ അല്ലാന്നുണ്ടെങ്കിൽ വന്ന ഒരു ലോഡിൻ്റെ കറസ്പോണ്ടിങ് അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആ ബീമിന് ഇല്ല, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ആ ബീമിന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബീം ബെൻഡാവും. ബെൻഡാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് വലിയ രീതിയിൽ അതിൻ്റെ ബെൻഡിങ് കാണണമെന്നൊന്നുമില്ല. നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയ ക്രാക്ക് ഫോം ചെയ്ത പോലെയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കോളത്തിൻ്റെ എൻഡിലേക്ക്, അതായത് ബീം കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു ക്രാക്ക് ഫോം ചെയ്ത പോലെയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സിമ്പിൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓവർ ക്രാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്ലാസ്റ്ററിംഗ് ഒക്കെ അടർന്ന്, ആ ബീമിൽ നിന്നുള്ള പ്ലാസ്റ്ററിംഗ് ഒക്കെ ഒന്ന് കുറച്ച് അടർന്ന് താഴത്തേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ആ ഒരു പോർഷൻ, ആ ബീം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിലുള്ള സ്റ്റീലൊക്കെ പുറത്തേക്ക് കാണുന്ന ഒരു രീതി, അതായത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് കഴിഞ്ഞു എന്ന് പറയാം. അതായത് പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരിക, അതാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്, ഈ ഡിഫ്ലക്ഷൻ ഓരോ ബീമിലും വരുന്ന ലോഡ് അനുസരിച്ച് എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്യും, അതായത് ആ ബീമിൻ്റെ ക്രോസ് സെക്ഷനും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്ര ആംഗിളിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യാം, ആ ഒരു ആംഗിളിൻ്റെ സ്ലോപ്പ് എത്രയാണ്. ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ ഒരുപാട് ടൈപ്പ് ബീമുകൾ പഠിച്ചിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം, ക്യാൻലിവർ ബീം, അതുപോലെ പ്രോപ്പ്ഡ് ക്യാൻലിവർ, അങ്ങനെ 2-3 ടൈപ്പ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൽ പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമും അതുപോലെ ക്യാൻലിവർ ബീമുമായിട്ടുള്ള ബീമിൽ എങ്ങനെയൊക്കെയാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക് ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത്. വെൻ എ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്, shear force and bending moment are developed in the beam, which result in shear stresses and bending stresses in the beam. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഒരു ബീമിൽ ട്രാൻസ്വേഴ്സ് ലോഡ് വരുന്ന സമയത്ത് അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും എന്നുള്ള കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് അല്ലേ, അത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ റിസൾട്ടായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അവിടുത്തെ ഷിയർ സ്ട്രെസ്സും ഉണ്ടായിരിക്കും, ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടായിരിക്കും ആ ബീമിൽ. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ പഠിച്ചതാണ്, നമ്മളത് വെച്ച് പ്രോബ്ലംസ് ചെയ്തതാണ്. സ്ട്രെസ്സസ് കാണാൻ, ബെൻഡിങ് സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സുകൾ കാണാനൊക്കെ നമ്മൾ TOS 1 അതുപോലെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഡിഫ്ലക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ അണ്ടർ ദി ആക്ഷൻ ഓഫ് ദി ലോഡ് ഈസ് കാൾഡ് ഡിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് നമുക്ക് ഒരു ന്യൂട്രൽ ആക്സിസ് എന്താണെന്നാണ് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയറാണ്. ആ ഒരു ലെയർ എന്ന് പറയുന്നത് കംപ്രഷനോ ടെൻഷനോ അല്ലാത്ത ഒരു ഏരിയ, ഒരു സെപ്പറേറ്റഡ് ഏരിയ ആണ്. അത് ടെൻഷൻ എന്ന് പറയുന്ന സോണിലേക്കും അത് കടന്നിട്ടില്ല, അതുപോലെ തന്നെ കംപ്രഷൻ എന്ന് പറയുന്ന സോണിലേക്കും കടന്നിട്ടില്ല. ആ ബീം ഒരു ന്യൂട്രൽ ആക്സിസിലാണ്. ഓക്കെ, ഇപ്പോൾ ഡെപ്ത് D ആണെന്നുണ്ടെങ്കിൽ D/2 ആ സെൻറ്ററിലായിരിക്കും അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അപ്പോൾ ആ ഒരു ആക്സിസിൽ നമുക്ക് എന്തില്ല, ടെൻഷനോ കംപ്രഷനോ ഇല്ലാത്തൊരു ലെയർ. ഈ ലെയറിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിഫ്ലക്ഷൻ. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ചെറിയൊരു കർവായിട്ട് അതൊരു ചെറിയൊരു ബെൻഡിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം അതിൻ്റെ മുകളിൽ വരുന്ന ലോഡ് കൊണ്ടാണ്. ഓക്കെ,
അപ്പോൾ ആ ലോഡിൻ്റെ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഡിഫ്ലക്ഷൻ എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, ദ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി ബീം ഈസ് കാൾഡ് ദ ബീം ഇലാസ്റ്റിക് കർവ്. നമുക്ക് ആ ഡിഫ്ലക്ഷനെ എന്ത് ഷേപ്പിലാണ് അതായത് ബെൻഡ് ചെയ്യുന്നത്, ആ ഒരു ഷേപ്പ് അതിനെ പറയുന്ന പേരാണ് ബീം ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫ്ലക്ഷൻ്റെ കുറച്ച് ഷേപ്പുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദ ഡിഫ്ലക്റ്റഡ് ഷേപ്സ് ഓഫ് ബീം ഫോർ ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻസ് ആർ ഷോൺ ഇൻ ബിലോ. ഇതിൽ കുറേ ഉണ്ട്. അതായത് ഫിക്സ്ഡ് ബീം പറഞ്ഞിട്ടുണ്ട്, പ്രോപ്ഡ് കാൻലിവറും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോമൺലി നമ്മൾ ഇതിൽ പറയുന്നതും നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ളത് കാൻലിവർ ബീമിൽ അതായത് പോയിൻ്റ് ലോഡ് വരാം, പിന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരാം. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിൻ്റ് ലോഡ് വരാം. അതുപോലെ തന്നെ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും വരാം, UDL. അപ്പോൾ ഈ രണ്ട് കേസ് വരുമ്പോഴും അവിടെ നമുക്ക് എത്രത്തോളമാണ് അവിടുത്തെ ബെൻഡിങ്, അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അത് എത്രത്തോളം അതിൻ്റെ സ്ലോപ്പ് വരുന്നുണ്ട് ആ ബെൻഡിങ് വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നോക്കുക, കാൻലിവർ ബീമിൽ ലോഡ് വരുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ട് അതേപോലെ തന്നെ ഫിക്സഡ് ആണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് വലിയ എഫക്റ്റ് വരില്ല. നമുക്ക് ഈ എൻഡിൽ നമ്മുടെ കാൻലിവറിൻ്റെ എൻഡ് ഭാഗത്താണ് നമുക്കൊരു ഡോട്ടഡ് ലൈനായിട്ട് അതിൻ്റെ സ്ലോപ്പ് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു കറവായിട്ടാണ് വരുന്നത്. അവിടെ ലോഡ് വരുന്നുള്ള ഡിഫ്ലക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടിലാവുമ്പോൾ രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബെൻഡിങ് ഉണ്ടാവുക സെൻറ്ററാണ്. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ഇങ്ങനെ ചെറിയൊരു കറവായിട്ട് അതിൻ്റെ ബെൻഡിങ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റ് പ്രോപ്പർഡ് കാൻലിവറും അതുപോലെ തന്നെ ഫിക്സ്ഡ് ബീമൊക്കെ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാൻലിവർ ബീം, ഇങ്ങനെയാണ് ഒരു കർവേച്ചർ. നമ്മൾ ഡോട്ടർ കാണിച്ച പോലെയാണ് കർവേച്ചറായിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് പറയുന്നത്, നമുക്ക് ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ക്രൈറ്റീരിയയാണ് എപ്പോഴും നോക്കുന്നത്. ഇത് കോമൺ ആയിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്നുള്ളതും സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്നുള്ളതും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, ഒരു ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 ക്രൈറ്റീരിയയാണ് ഉള്ളത്. ഒന്ന് സ്ട്രെങ്ത് ക്രൈറ്റീരിയ, മറ്റൊന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ക്രൈറ്റീരിയ. സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് ദ ബീം ഈസ് ഡിസൈൻഡ് ടു റെസിസ്റ്റ് ദി ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദി ബീം. This is ensured by choosing the cross section such that the maximum bending and shear stresses developed are within permissible limits. അപ്പോൾ നമ്മളതിൽ പറയുന്നത്, ഒരു ബീം അതിൻ്റെ സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എത്ര ലോഡ് വന്നു കഴിഞ്ഞാലും ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ബീം, അതായത് റെസിസ്റ്റ് ചെയ്യണം. അവിടെ ബെൻഡിങ് വരാം, ചിലപ്പോൾ ഷിയർ സ്ട്രെസ് വരാം, അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. ആ ഒരു ക്രൈറ്റീരിയയാണ് എന്ത് സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് നമ്മൾ വേണ്ട ക്രോസ് സെക്ഷൻ മാക്സിമം ബെൻഡിങ്ങും ഷിയറിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്താലും അത് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റിലായിരിക്കും. പെർമിസിബിലിറ്റി എന്ന അലൗബിൾ, എത്രത്തോളം നമുക്ക് ആ ബീമിന് ക്യാരി ചെയ്യാൻ പറ്റുമോ അതാണ് പെർമിസിബിൾ ലിമിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതന്നെ മതി. അപ്പോൾ ആ ഒരു രീതിയാണ്, ആ ഒരു ക്രൈറ്റീരിയയാണ് സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ. സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയ ദ ബീം ഷുഡ് ബി സ്റ്റിഫ് എനഫ് ടു റെസിസ്റ്റ് ഡിഫ്ലക്ഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞത് ബെൻഡിങ്ങും ഷിയർ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബീമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബീമിൽ ഡിഫ്ലക്ഷൻസ് സംഭവിക്കുന്ന സമയത്ത്, ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് വരുന്ന സമയത്ത് ബെൻഡിങ് വരിക, കറവായിട്ട് ബെൻഡായി നിൽക്കുക ബീം. അപ്പോൾ ആ ഡിഫ്ലക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എനഫായിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ് ആ ഒരു ബീമിന് വേണം. അത്രയും സ്റ്റിഫായിരിക്കണം. ആ സ്റ്റിഫ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഡിഫ്ലക്ഷനെ ഓപ്പോസ് ചെയ്യാൻ കഴിയില്ല. വെറും സ്ട്രെങ്ത് ക്രൈറ്റീരിയ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, നമുക്ക് അവിടെ എന്ത് വേണം, സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ കൂടി വേണം. അപ്പോൾ സ്റ്റിഫ് എനഫ് ടു റെസിസ്റ്റ് ഡിഫ്ലക്ഷൻസ്. എ ബീം ഈസ് സെറ്റ് ടു possess adequate stiffness
when the deflection produced is within certain permissible limits expressed in relation to the span of the beam. നമ്മളെപ്പോഴും ഒരു ബീമിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളമാണ് അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ, ആ ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ഒരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. നമുക്ക് എത്രത്തോളമാണ് അതിൻ്റെ സ്പാനും അതുപോലെ തന്നെ പെർമിസിബിൾ ലിമിറ്റും എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ എത്രത്തോളം ആ ബീമിൻ്റെ സ്പാന് എത്ര, ഇപ്പോൾ 3 മീറ്റർ ലെങ്ത്തിലുള്ള ബീമായിരിക്കാം, അല്ലെങ്കിൽ 4 മീറ്റർ ലെങ്ത്തിലുള്ള ബീമായിരിക്കാം. അപ്പോൾ അഡിക്വേറ്റ് സ്റ്റിഫ്നെസ് ആണോ എന്നുള്ള ക്രൈറ്റീരിയ നമ്മുടെ സ്പാനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ബ്രാക്കറ്റിൽ ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ രണ്ട് ഹെഡിങ്ങും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഹെഡിങ്ങും പുറത്തുള്ള ഹെഡിങ്ങും ഒരേ ഡെറിവേഷനെയാണ് മീൻ ചെയ്യുന്നത്. അതായത് ഡിഫ്ലക്ഷൻ്റെ ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ ആദ്യം ഒരു ഇൻ്റഗ്രേഷനൊക്കെ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഫോർമുല പ്രകാരമാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് അനാലിസിസ് ഓരോ, ഇപ്പോൾ കാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡ്, കാൻലിവർ വിത്ത് UDL, പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL, സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിൻ്റ് ലോഡ്, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ചെയ്യുന്നതും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഈ കോമൺ ഒരു ഫോർമുല ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഫോർമുലയാണ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യുന്നത്. ക്യാപിറ്റൽ M ഇസ് ഈക്വൽ ടു EI ഇൻറ്റു d²y/dh². ഓക്കെ, ക്യാപിറ്റൽ M ഇസ് ഈക്വൽ ടു, M എന്ന് പറയുന്നത് അവിടുത്തെ മൊമെൻ്റ് ആണ്. എത്രയാണ് അവിടുത്തെ മൊമെൻ്റ് എന്നുള്ളതാണ്. M ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ EI ഇൻറ്റു d²y/dh². അപ്പോൾ നമുക്ക് ആ ഫോർമുലയ്ക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നോക്കാം, ഈ രണ്ട് ഹെഡിങ്ങും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം എക്സാമിന് 15 മാർക്കിനും 10 മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ എപ്പോഴും 3ാമത്തെ മൊഡ്യൂളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഫിഗർ നോക്കുക. ഒരു ബീം PQ എന്ന് പറയുന്ന ഒരു ബീം ബെൻഡായതാണ് കാണിച്ചിട്ടുള്ളത്. ഒരു കർവ് പോലെ ബെൻഡായിട്ടുണ്ട്. ആ ബെൻഡായത് നമുക്ക് ബെൻഡായ കർവായിട്ടുള്ള ഡിസ്റ്റൻസ് DS എന്ന് പറയുന്ന ഡിസ്റ്റൻസും PQ എന്ന് പറയുന്ന Pയും Q ആണ് ആ ബീമിൻ്റെ രണ്ട് എൻഡ്. ഓക്കെ, ഈ കർവ് വന്ന് കഴിയുന്ന സമയത്ത് PQ എന്നുള്ള പോയിൻറ്റിനെ കറസ്പോണ്ടിങ് അത്രയും ഒരു പോർഷൻ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു കർവിനും അത് എൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടായിരിക്കും, ഒരു ഒറിജിൻ പോയിൻ്റ്. ആ ഒറിജിൻ പോയിൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് O' എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക O'. അപ്പോൾ ഈ O' എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ആ O' നിന്ന് Qയിലേക്കാണെന്നുണ്ടെങ്കിലും Pയിലേക്കാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ R റേഡിയസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിട്ടുള്ളത് ഫൈ എന്ന് പറയുന്ന ആംഗിൾ. അതെവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കുക. നമ്മളൊരു ടാൻജൻറ്റ് P എന്ന് പറയുന്ന ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ്, P എന്ന് പറയുന്ന പോയിൻ്റ് ആ കർവിൽ നമുക്ക് കാണാം. P എന്ന് പറയുന്ന പോയിൻ്റ്, അതിനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. അത് XY എന്ന് പറയുന്ന ഒരു ലൈൻസ്, X എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനായിട്ടും Y എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈനായിട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ ഈ OX എന്ന് പറയുന്ന ലൈനിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ P എന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അതുപോലെ തന്നെ Q എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ P എന്ന് പറയുന്ന പോയിൻ്റ് കറസ്പോണ്ടിങ് ടാൻജൻറ്റ് വരച്ചതാണ് ഫൈ എന്ന് പറയുന്നത് ആംഗിൾ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുപോലെ Q എന്ന് പറയുന്ന ഇതിന് കറസ്പോണ്ടിങ് താഴത്തേക്ക് മാർക്ക് ചെയ്ത ടാൻജൻറ്റാണ് ആംഗിൾ കാണിച്ചിട്ടുള്ളത്. ഫൈ പ്ലസ് D∅ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈ എന്നുള്ള ഒരു ആംഗിളും അതുപോലെ തന്നെ ഫൈ പ്ലസ് D∅ എന്ന് പറയുന്ന ഒരു ആംഗിളും. ഇനി ഈ D∅ എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്ന ആംഗിളും ടാൻജൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരച്ചതാണ്. ഓക്കെ, ടാൻജൻ്റ് ആണ് നമ്മൾ പിയിലുള്ള ഒരു പോയിന്റിലുള്ള ടാൻജൻറ്റ്. ടാൻജൻറ്റ് പറയുന്നത് എന്താ?
നമ്മളെ ഈ ഒരു കർവ് അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ നമ്മളൊരു പോയിൻറ്റിനെ തട്ടിക്കൊണ്ട് മാത്രം വരയ്ക്കുന്ന ലൈനിനെയാണ് എന്ത് പറയുക, ടാൻജൻറ്റ് എന്ന് പറയുക. ആ ടാൻജൻ്റെ എക്സ്റ്റൻഷനാണ് ഒ എച്ച് എന്ന് പറയുന്ന ലൈനിലേക്ക് വന്ന് മുട്ടിയിട്ടുള്ളത്. അതാണ് ഫൈ എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിനെയും അതുപോലെ തന്നെ വരച്ചതാണ് ഫൈ പ്ലസ് ഡി ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പിയും ക്യൂവും അതിൻ്റെ നമുക്ക് രണ്ട് ഡയറക്ഷനിൽ നമ്മൾ അതിൻ്റെ ആംഗിൾ പോലെ ഡോട്ട് ലൈന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി വൈ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി എക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സോൾവ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എടുത്ത് നോക്കുക, ഡി എസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡി എസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്കാണ്. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ വിച്ച് ദി ടാൻജൻറ്റ് അറ്റ് ക്യാപിറ്റൽ പി മേക്സ് വിത്ത് ദി ആക്സിസ് എച്ച് എച്ച്. ഓക്കെ, എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ആക്സിസിലേക്ക് പിയിലൂടെയുള്ള ആ ടാൻജൻറ്റ് മേക്ക് ചെയ്യുന്ന ആ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഇനി ഫൈ പ്ലസ് ഡി ഫൈ, ഫൈ പ്ലസ് ഡി ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ വിച്ച് ദ ടാൻജൻറ്റ് ക്യൂ മേക്സ് വിത്ത് ദി ആക്സിസ് എച്ച് എച്ച്. നമ്മൾ ക്യൂയിലൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് നമ്മൾ ഈ ഒരു ആക്സിസിൽ എച്ച് എച്ച് ആക്സിസിലേക്ക് വന്ന് കണക്റ്റ് ആവുന്ന സമയത്ത് വരയ്ക്കുന്നതാണ് എന്ത്, ഫൈ പ്ലസ് ഡി ഫൈ എന്ന് പറയുന്നത്. ഇനി വൈ എന്ന് പറയുന്നത് എന്താ നോക്കാം. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ്. ഡി വൈ ബൈ ഡി എച്ച് ഇസ് ഈക്വൽ ടു സ്ലോപ്പായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ, ഡി വൈ ബൈ ഡി എച്ച് എന്ന് പറയുന്നത് സ്ലോപ്പ്. ആ സ്ലോപ്പിൻ്റെ ഇതിവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡി എസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡി വൈ ബൈ ഡി എച്ച് അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈറ്റാണ് ഡി വൈ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് ഡി എച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഡി ഡിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി എച്ച് is equal to slope, and d square y by dh square is equal to curvature. From the figure, angle PO dash Q, from the figure PO dash Q നോക്കുക, PO dash Q ആ ആംഗിളാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഡി ഫൈ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെഗ്മെൻറ്റിൻ്റെ ആംഗിളാണ്. അപ്പോൾ അതിൽ ആംഗിൾ പി ഒ ഡാഷ് ക്യൂ ഡി ക്യൂ ആയിട്ടും ആൻഡ് ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡി ഫൈ. ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ഫൈ. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം, ഒരു കർവാണെന്നുണ്ടെങ്കിൽ ആ കർവിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് റേഡിയസ് ഇൻറ്റു ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന ആംഗിൾ, അതായത് ആ സെഗ്മെൻറ്റിൻ്റെ ആംഗിളിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? സെഗ്മെൻറ്റിൻ്റെ ആ ആർക്കിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡി ഫൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ഫൈ. ദെൻ ഫ്രം ഡി എസ് ഇസ് ഈക്വൽ ടു, അതിൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡി ഫൈ, അതിൽ ആർ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഡി എസ് ബൈ ഡി ഫൈ എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ആറിന് അവിടെ നിർത്തിയിട്ട് ഡി ഫൈനെ തൊട്ടിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ഫൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ഫൈ ആണെന്നുണ്ടെങ്കിൽ 1/r ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ഫൈ എന്നുള്ളത് മുകളിൽ വരും, ഡി എസ് എന്ന് പറയുന്നത് താഴെ വരും അല്ലേ. അപ്പോൾ 1/r ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി എസ്. അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഡി എസ് എന്ന് പറയുന്നത്, ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഡി എക്സിന് കറസ്പോണ്ടിങ് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എക്സ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/r ഈസ് ഈക്വൽ ടു ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇഫ് ദി കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ്
പി ആർ എക്സ് ആൻഡ് വൈ. നമുക്കറിയാം ഒരു പി എന്ന് പറയുന്ന ഏതൊരു പോയിൻറ്റും ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നൊരു പോയിൻറ്റ്, ആ പോയിൻറ്റിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും. അപ്പോൾ ടാൻ വൈ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എന്ന് വരും. ഇവിടെ നോക്കുക, തൊട്ട് മുകളിലുള്ള ഫിഗർ ഒന്നുകൂടി നോക്കുക. ഈ ഫൈ എന്ന് പറയുന്ന സെയിം ആംഗിൾ ആയിരിക്കും പിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ്, അതായത് ഇത് ഫൈ ആണെന്നുണ്ടെങ്കിൽ തൊട്ടിവിടെ ഞാൻ ചെറിയ ആംഗിൾ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും ഫൈ തന്നെയാണ് വരിക. അപ്പോൾ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ടാൻ ഫൈ എന്ന് പറയുന്നതും ഫൈ എന്ന് പറയുന്നതും രണ്ടും വളരെ സ്മോൾ വേരിയേഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ടാൻ ഫൈ ഈക്വൽ ടു ഫൈ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് എന്ന് വരും. അതിൽ ഫൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ടാനിന് പകരം എന്ത് ചെയ്തു, ഫൈ എന്ന് എഴുതി. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് ദ എബോവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 1/r ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി എക്സ് ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 1/r ഈസ് ഈക്വൽ ടു ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഈ 1/r ഈസ് ഈക്വൽ ടു നമുക്ക് എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/r ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ നോക്കാം, ഫ്രം സിമ്പിൾ ബെൻഡിങ് തിയറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് m/i ഈസ് ഈക്വൽ ടു e/r എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1/r ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/rന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് എഴുതാം, 1/r ഈസ് ഈക്വൽ ടു ഈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേമിൽ m/i ഈസ് ഈക്വൽ ടു ഇ എന്നുള്ള ടേമിൽ താഴെ വരും. അതായത് m/i ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു 1/r എന്ന് വരും. അപ്പോൾ 1/rന് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക, m/i എന്നുള്ള ടേമും ഇയും ഒരേപോലെ തന്നെ വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്നുള്ള ടേം കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഐൻ്റെ ടേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് എമ്മിനെ മാത്രം അവിടെ നിർത്തിയിട്ട്, മൊമെൻറ്റിനെ മാത്രം അവിടെ നിർത്തിയിട്ട് എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്നുള്ള ടേം മാത്രമായിട്ട് അവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡിങ് ഒന്നുകൂടി നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും കൂടി വരുന്ന റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ് ഇ ഐ എന്ന് പറയുന്നുണ്ട്. ഇ ഐ നിങ്ങൾക്ക് അറിയാം, ദ എബോവ് ഇക്വേഷൻ ഈസ് കാൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്ലെക്ചർ. ദ ക്വാണ്ടിറ്റി ഇ ഐ ഈസ് കാൾഡ് ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഫ്ലെക്ചറൽ റിജിഡിറ്റി ഇതാണ് ഇ ഐ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ദ എബോവ് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ബേസ്ഡ് ഓൺലി ഓൺ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടിട്ട് ആ ബെൻഡിങ് മൊമെൻറ്റിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാണാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്ത്, ഈ ഒരു മെത്തേഡ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. ദ എഫക്റ്റ് ഓഫ് ദി ഷിയർ ഫോഴ്സ് ഈസ് നെഗ്ലക്റ്റഡ് ആസ് ഇറ്റ് ഈസ് വെരി സ്മോൾ. അതായത് ഈ ഒരു ഇതിൽ മൊമെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി നോക്കാം. റിലേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മളൊരു ഫിഗർ എക്സ് വൈ ലൈൻസിലൊരു ഫിഗർ വരച്ചു, ഒരു ആർക്ക് വരച്ചു, അതിനെ ആർക്ക് തമ്മിലുള്ള രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നു വരച്ചു. അതിൽ പി ക്യൂ എന്ന് പറയുന്ന ബീമാണ് ആ ആർക്ക് പോലെ ബെൻഡായിട്ടുള്ളത്. ആ ആർക്കിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് O' മാർക്ക് ചെയ്തു, അത് കണക്ട് ചെയ്തു. ആ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്.
ഡി ഫൈ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഡി വൈ എന്ന് പറയുന്ന ഹൈറ്റും ഡി എക്സ് എന്ന് പറയുന്ന ഹൊറിസോണ്ടലും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഒരു ടാൻജൻറ്റ് വരച്ചു, ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിനും ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ഫൈ എന്ന് പറയുന്നതും കിട്ടി, അതുപോലെ തന്നെ ഫൈ പ്ലസ് ഡി ഫൈ എന്നുള്ളതും കിട്ടി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോന്നും ചെയ്തത് അല്ലേ. ഡി എസ് എന്താണെന്ന് എഴുതി, ആദ്യം തന്നതെല്ലാം എഴുതുക, എപ്പോഴും ആലോചിക്കുക ഈ ഡെറിവേഷനിൽ തന്നതെല്ലാം ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക. ഡി എസ് എന്താണ്, ലെങ്ത് ഓഫ് ആർക്കാണ്. ഫൈ എന്താണ്, അവിടെ ടാൻജൻറ്റ് എച്ച് എച്ച് ആക്സിലേക്ക് കണക്ട് ചെയ്യുന്ന മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. ഫൈ പ്ലസ് ഡി ഫൈ എന്താണ്, ആംഗിൾ വിച്ച് ദി ടാൻജൻറ്റ് ക്യൂ മേക്സ് വിത്ത് ദി ആക്സിസ് എച്ച് എച്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്. ഡി വൈ ബൈ ഡി എച്ച് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കർവേച്ചറാണ്. ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ഈ വൈ പറയുന്ന ഡിഫ്ലക്ഷൻ, ഡി വൈ ബൈ ഡി എച്ച് സ്ലോപ്പാണ് ഈ കാര്യങ്ങളൊക്കെ. അതിൽ ആംഗിൾ പി ഒ ഡാഷ് ക്യൂ എന്ന് പറയുന്നത് ഡി ഫൈ ആണ്. അതുപോലെ ഡി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് അതിൽ നിന്ന് ഒരു ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ റേഡിയസ് ഇൻറ്റു അതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ആംഗിൾ, അതായത് സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ അതാണ്. അതിൽ നിന്നാണ് നമ്മൾ ആർ എന്താണെന്ന് എഴുതി, അതുപോലെ തന്നെ 1/r എന്താണെന്ന് എഴുതി. അതിനുശേഷം ടാൻ ഫൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എച്ച് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ. അപ്പോൾ ആ ഡി വൈ ബൈ ഡി എച്ച് ആണെന്ന് എഴുതി. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ ആയിട്ട് എഴുതി, അതായത് ഒരു ചെറിയ വാല്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എച്ച്, രണ്ട് സൈഡിലും നമ്മൾ ഒരേപോലെ തന്നെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 1/r ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ. അതായത് ഡി ഫൈ ബൈ ഡി എക്സിന് പകരമായിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/r എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇത് സിമ്പിൾ ബെൻഡിങ് തിയറി പ്രകാരമാണ് നമ്മൾ M/I ഈസ് ഈക്വൽ ടു E/R എന്ന് പറയുന്നത്. സിമ്പിൾ ബെൻഡിങ് തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫസ്റ്റത്തെ TOSൽ. അപ്പോൾ ആ സിമ്പിൾ ബെൻഡിങ് തിയറിയിൽ നമ്മൾ കിട്ടിയ ഇക്വേഷനാണ് M/I ഈസ് ഈക്വൽ ടു E/R. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടായിരിക്കും. ആ റേഡിയസ് ഓഫ് കർവേച്ചറാണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് അവിടുത്തെ യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ അതിൽ I കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സുറൽ റിജിഡിറ്റിയാണ്. അത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും യങ്സ് മോഡുലസും കൂടി തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EI എന്ന് പറയുന്ന ടീമായിട്ട് വരും. ആ EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫ്ലെക്സുറൽ റിജിഡിറ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ബെൻഡിങ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാൻലിവർ ബീമാണെങ്കിലും സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ബെൻഡിങ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഡോട്ടഡ് ലൈന് കാണിക്കുന്ന പോലെയാണ് അതിൻ്റെ ബെൻഡിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ എപ്പോഴും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ബെൻഡിങ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ 4 നിങ്ങൾ ബെൻഡിങ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബീമിൻ്റെ ബെൻഡിങ് ആണ് നമ്മൾ ഈ മൊഡ്യൂൾ പഠിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഈ മൊഡ്യൂളിൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത് ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബെൻഡിങ് വരുന്നത്, അത് കാൻലിവർ ബീം ആകുമ്പോൾ എത്രത്തോളം ബെൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആവുന്ന സമയത്ത് എത്രത്തോളം ബെൻഡിങ് ഉണ്ട്, ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ 4 mm അല്ലെങ്കിൽ 2 mm അല്ലെങ്കിൽ 0.2 mm ഇത്രയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ ഒന്നും അല്ലായിരിക്കും കിട്ടുക. ചിലപ്പോൾ 1 mm അല്ലെങ്കിൽ 0.2 mm ഇത്ര ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ സ്കെയിലെടുത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയാണ് ഒരു 1 mm അല്ലാന്നുണ്ടെങ്കിൽ ഒരു 0.1 mm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് മനസ്സിലാവും. അത്രയും ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അതായത് ഒരു പ്ലാസ്റ്ററിങ്ങിൽ ചെറിയൊരു ലൈന് വന്നു കഴിഞ്ഞാൽ, ഒരു ക്രാക്ക് ലൈൻ പോയ പോലെ തോന്നിക്കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ ഡിഫ്ലക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും മൈന്യൂട്ട് ഡിഫ്ലക്ഷനാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴും കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് സ്ലോപ്പ് ആണെങ്കിൽ എത്ര ആംഗിളിലാണ് ഏകദേശം അതിന് ഡിഫ്ലക്ഷൻ വരാനുണ്ടായ സ്ലോപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മൊത്തത്തിൽ കാണാം, നമ്മുടെ ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതായത് ഡിഫ്ലക്ഷൻ എന്താണെന്ന് ആദ്യം ക്യാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്. എപ്പോഴും ഡിഫ്ലക്ഷൻ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ന്യൂട്രൽ ആക്സിസ്
the transverse displacement of neutral axis from its original position under the action of the load is called diffraction. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇലാസ്റ്റിക് കർവ്, അവിടെ ഉണ്ടാകുന്ന ബെൻഡിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫിഗർ ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സ്ട്രെങ്ത്തിൻ്റെ രണ്ട് ക്രൈറ്റീരിയേൻ്റെ ബേസിലാണ് ഏതൊരു ബീമും ഡിസൈൻ ചെയ്യുന്നത്. സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്നുള്ള ഒന്ന് സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയയാണ്, അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ, ഇത് തമ്മിലുള്ള റിലേഷനായിട്ട് അതിൽ ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ഇനി അതല്ല എക്സ്പ്ലെയിൻ റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെയിം ആണ്, ഡെറിവേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ.